ഗൈസ്, ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതില്ലേ കേസരിയാണ്. പിന്നെ ബീന മിസ് എൻ്റെ ക്ലാസ് ടീച്ചറാണ്. അപ്പം മിസ്സ് പറഞ്ഞു കുറേ നാളായിട്ട് പറയാം ഉണ്ടാക്കിയ എന്തെങ്കിലും എനിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നെന്ന്. അപ്പം ഞാൻ ഇന്ന് കേസരി ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പോവാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് റവ, കാഷ്യൂനട്ട്, പിന്നെ പഞ്ചസാര, നെയ്യ്, മഞ്ഞപ്പൊടി, വെള്ളം, ഇത്രയാണ് അത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് നമുക്ക് ഇവിടെ 1/2 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് 4 ടീസ്പൂൺ എടുക്കാം. ഇനി നമുക്ക് ഈ കാഷ്യൂനട്ട് വറക്കാം. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കിനി നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നാലേ നന്നായിട്ട് ഇതാവുള്ളൂ. ഗായ്സ്, ഇത് നന്നായി ലൈറ്റ് ബ്രൗൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ചെറുതായി ഇളക്കിയിട്ട് ഓഫാക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന നെയ്യിൽ നമുക്ക് ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്യാം. 1/2 കപ്പ് റവ നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താലേ അതിങ്ങനെ ഈ റവേനകത്ത് പിടിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. കണ്ടോ, ഇതിങ്ങനെ ഒരു ആയി വരുമ്പോഴാണ് ഗൈസ് ഇത് നമുക്കിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കാം. കണ്ടോ, ഇത് ഇങ്ങനെ ആയി വന്നില്ലേ, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയല്ല, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഒരു ലൈറ്റ് ബ്രൗൺ ഇതേപോലെ ഒന്ന് ആവും. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ്സ് ഒന്നിങ്ങനെ ഇളക്കണം. ഇങ്ങനെ കുട്ടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ആക്കിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളുടെ റവ ഫ്രൈ ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റണം. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം. ഈ വെള്ളം നന്നായി ഒന്ന് തിളച്ച് വേണം. പിന്നെ ഒരു കുഞ്ഞി കളറിന് വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇത്രേ ഇടാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന റവേൻ്റെ 2 ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മളുടെ വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് റവ ഇടാം. ചൂട് നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇടാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഇളക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇങ്ങനെ ഇളക്കണം കേട്ടോ. പിന്നെ നമുക്ക് പഞ്ചസാര ഇടാനായിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമുക്ക് വേഗം ഈ പഞ്ചസാര ഇടാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗൈസ്. ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മൾ പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. കണ്ടോ, ചെറുതായി ഇങ്ങനെ സോഫ്റ്റായി വന്നിട്ടില്ലേ. പിന്നെ ഗൈസ്, നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഇടാം. ഇത്ര ഇടാം. നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഈ നെയ്യ് എല്ലായിടത്തോട്ടും പിടിപ്പിക്കാം. അപ്പോൾ ഗൈസ്, ഇത് ഞങ്ങൾ നെയ്യ് ഇങ്ങനെ ആക്കി വെച്ചൊരു പാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഇടാം. ഗൈസ്, ഇതിങ്ങനെ ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റാണ് ഇതിന്. പിന്നെ ഗൈസ്, നമ്മൾ ഈ സാധനം നന്നായി ഇങ്ങനെ ഷേപ്പിലാക്കി വെക്കണം. എന്നാലേ അതിങ്ങനെ വൃത്തിക്ക് ഇങ്ങനെ ഇരിക്കുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഷേപ്പിൽ ആക്കി വെക്കണം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഓരോ സ്ഥലത്തായിട്ട് ഓരോന്നെണ്ണം വെക്കാം. അപ്പം നമുക്ക് ഇനി ഒന്ന് തണുക്കാൻ വെക്കാം ഗൈസ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ റെക്റ്റാങ്കിളും സ്ക്വയറൊക്കെ മുറിക്കാം. പക്ഷെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇതാക്കിയതാണ്. അപ്പോൾ ഗൈസ്, നമ്മളുടെ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്ത് തിന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ നിങ്ങൾ ചെയ്ത് നോക്കണം. ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. അടുത്ത ചാനലിൽ കാണാം.